എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഇന്ന് വൈകിട്ട് 5 മണിക്കകം അപേക്ഷയുടെ മുഴുവൻ സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യേണ്ടതാണ്. കൺഫേം ചെയ്യാത്ത അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് വൈകിട്ട് 5 മണിക്കകം നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യുകയും എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24-ാം തീയതി വരെ വീണ്ടും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വ്യൂ ഓർ അപ്ലോഡ് ഇമേജ് ഓർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ആ ഒരു അപേക്ഷ കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ആദ്യമായിട്ട് ഇന്ന് നൽകുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ഫാർമസി എന്നിങ്ങനെ 4 ഓപ്ഷൻസാണ് ഉണ്ടാവുക. ഇതിൽ വേണ്ട എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്യണം. പിന്നീട് സെലക്ട് ചെയ്യാനുള്ള അവസരം നൽകുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ എന്നിവ കൂടാതെ മെഡിക്കൽ കോഴ്സിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ള 6 കോഴ്സുകളും മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ പെടുന്ന കോഴ്സുകൾ BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech, ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. ഈ ഒരു കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കീമിന് അപേക്ഷ നൽകേണ്ടതാണ്. അതുപോലെ ആ ഒരു ഓപ്ഷൻസും സെലക്ട് ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കീമിൻ്റെ പേപ്പർ 1, പേപ്പർ 2 അതുപോലെ പേപ്പർ 2 എന്നിങ്ങനെയുള്ള 3 വിഷയങ്ങളാണ് എഴുതേണ്ടത്. പേപ്പർ 1-ൽ ഫിസിക്സും കെമിസ്ട്രിയും, പേപ്പർ 2-ൽ മാത്സുമാണ് ഉണ്ടാവുക. ഫാർമസി കോഴ്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കീമിൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഈ 2 ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു പേപ്പർ 1-ഉം പേപ്പർ 2-ഉം എഴുതേണ്ടതാണ്. ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാറ്റ ക്വാളിഫൈ ചെയ്യുകയും അത് പിന്നീട് കീം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും ചെയ്യേണ്ടതാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ സ്കോർ പിന്നീട് വെബ്സൈറ്റിൽ നീറ്റ് എക്സാമിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതിൻ്റെ ആ ഒരു സ്കോർ പിന്നീട് കീം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ കോളേജുകളിലേക്ക് പ്രവേശനം അനുവദിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 24-ാം തീയതി വരെ ലോഗിൻ ചെയ്തുകൊണ്ട് വ്യൂ ഓർ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പുതിയ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം ഈ ഒരു അപേക്ഷ കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.